ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. തിരുവഴുത്തിൽ ഒരു പ്രാവശ്യം മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു നാൽക്കാലി, അത് ഒരു ജന്തുവർഗത്തിൽപ്പെട്ടതാണ്. ഈ പദത്തിൻ്റെ ഒരടയാളം മാറ്റിയാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഒരു വൃക്ഷമാണ്. ഏതാണ്? ഉത്തരം ജന്തു, മ്ലാവ്, മാൻവർഗത്തിൽപ്പെട്ടത്. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 23-ാം വാക്യം. സുലഭമായി കാണുന്നത് മാവ്. അടുത്ത ചോദ്യം, ബൈബിളിലെ ഒരു സ്ഥലനാമത്തിനകത്ത് ഒരു ദാഹശമനി കാണാം. സ്ഥലം ഏതാണ്? ഉത്തരം തദ്മോർ, ദാഹശമനി, മോര്. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു വ്യക്തി പണിത കാട്ടിലെ വീട്ടിലെ സകല വസ്തുക്കളും ഒന്നുകൊണ്ടുണ്ടാക്കിയതാണ്. വസ്തു ഏതാണ്? ആരാണ് പണിതത്? ഉത്തരം വസ്തു തങ്കം അഥവാ പൊന്ന്. പണിതത് ശലോമോൻ. ശലോമോൻ പണിത ലെബനോൻ വനഗ്രഹവും സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടുള്ളതായിരുന്നു. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാൻ 4 പേരിൽ ഒരാൾ, വടിയും കല്ലും ചേർന്ന ഒറ്റപ്പദമാണ് എൻ്റെ പേര്, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം കൽക്കോൽ. ശലോമോന്റെ കാലത്തെ 4 ജ്ഞാനികളിൽ ഒരാൾ. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പുതിയ നിയമത്തിൽ ഒരാൾ ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ചുപയോഗിച്ച ഒരു പ്രഹര വസ്തു. ഇതിൽ ഒരക്ഷരം മാറ്റി വേറെ ഒരക്ഷരം ചേർത്താൽ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട കറി. ഒരക്ഷരം മാറ്റിയാൽ ഒരു പാത്രം. എന്നാൽ എന്താണ്? ഉത്തരം ചമ്മട്ടി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യം. ഒരാൾ യേശു കയറെടുത്ത് ചമ്മട്ടി ഉണ്ടാക്കി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇഷ്ടകറി ചമ്മന്തി, പാത്രം ചട്ടി. അടുത്ത ചോദ്യം, ഞാനൊരു കൊച്ചുകുട്ടി, എന്നാലും എനിക്ക് നാട്ടിലെ എല്ലാ പ്രധാനികളുടെയും പേരറിയാം. ഒരിക്കൽ ഞാനിത് ചോർത്തിക്കൊടുത്തു എന്ന് മാത്രമല്ല, എഴുതിയും കൊടുത്തു. എങ്കിൽ ഞാൻ ആരാണ്? ആർക്കാണ് എഴുതി കൊടുത്തത്? ആരുടെയെല്ലാം പേരാണ് എഴുതി കൊടുത്തത്? ഉത്തരം ഞാൻ സുക്കോത്തിലെ ബാല്യക്കാരൻ. എഴുതി കൊടുത്തത് ഗിദയോന്. എഴുതിയത് 77 പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും പേർ. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.